ഹലോ ഫ്രണ്ട്സ്, ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നേരം വെളുത്ത് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ. ഇരുട്ട് മാറിയും കഴിഞ്ഞ് ആ പുതു വെളിച്ചം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങ് അകലെ കാണുന്നത് പതിയാരി ക്ഷേത്രത്തിലെ വിളക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദേവിയൊക്കെ തൊട്ട് തൊഴുത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പൂവൊക്കെ പറിക്കാമെന്നൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് മുറ്റത്തൊക്കെ ഇങ്ങനെ ഒന്ന് നടന്ന് നോക്കുകയാണ് കേട്ടോ. മാവില അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3-4 മാങ്ങകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാങ്ങകൾ നമ്മുടെ മൂവാണ്ടൻ മാവിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ, പലതരത്തിലാണ് വരുന്നത്. അവിടെ ഇവിടെയൊക്കെ പൂക്കുന്നു, ചിലത് ചെറുത്, ചിലതാണെങ്കിൽ പഴുത്ത് വീഴുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ആകെ 10-20 മാങ്ങയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ പൂക്കളൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വരാണ് കേട്ടോ. അപ്പോൾ ചെത്തിപ്പൂവും മുല്ലപ്പൂവൊക്കെ എടുത്തിരുന്നു. ഇന്ന് ഇത്തിരി നീലപ്പൂക്കളും കൂടി പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുള്ള ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ നാരായണീയം ക്ലാസ് ഉണ്ട്. അപ്പോൾ രാവിലെയാണ് ക്ലാസ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലെ ജോലികളൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ ദൈവങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബ പ്രാർത്ഥന എന്നല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാലും അല്ല, നമ്മുടെ ലൈഫിൽ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണെങ്കിലും എങ്ങനെയൊക്കെ പ്രതിസന്ധികൾ വന്നോട്ടെ, കാര്യങ്ങളൊക്കെ വന്നോട്ടെ, നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കുക കേട്ടോ. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഓടിച്ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്വഭാവമല്ല. നമുക്ക് ഡെയിലി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ടൈമൊക്കെ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ നേരം വെളുത്തെങ്കിലും 4 മണിപ്പൂക്കൾ, ഇന്നലെ വിടർന്ന 4 മണിപ്പൂക്കൾ ഇതുവരെ വാടിയിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിങ്ക് കളറിൻ്റെ അടുത്ത് നിന്നതുകൊണ്ട് മഞ്ഞയ്ക്കൊക്കെ കുറച്ചേശ്ശെ ഒരു പിങ്ക് രാശിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അധികം ചവറൊന്നും ഉണ്ടായില്ല. ഒരൊറ്റയടിക്ക് വേഗം അടിച്ച് നീക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു മുറ്റമൊക്കെ കേട്ടോ. ഈ വൈറ്റ് പൂവും കാണാൻ ഭംഗിയുണ്ട്. കടുകിൻ്റെ ഇലയൊക്കെ അതേ വളർന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ചീര പോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകാണെങ്കിൽ കുറച്ചും കൂടി വളം നമുക്ക് ഇട്ടൊക്കെ കൊടുക്കണം. വിക്കിക്കൂട്ടൻ്റെ ലേശം വെയിലടിക്കുന്ന സ്ഥലത്ത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ശംഖുപുഷ്പങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ഒരു തണ്ട് വള്ളിയൊക്കെ ഒരുപാട് പടർന്ന് ആ ചെടി ഇത്തിരി മൂത്തതിന് ശേഷം തോന്നുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടാവുക. ആ കിളുന്തായിരിക്കുമ്പോൾ അങ്ങനെ പൂക്കൾ കുറവായിരുന്നു കേട്ടോ. പിന്നെ കിച്ചണിൽ നിൽക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും കോഴിമക്കൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവർക്കാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ തന്നെ നിക്കുവിന് പുറത്തിറങ്ങണം. അപ്പോൾ നിക്കുവിനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ച് കൂവുന്നതെങ്ങാണ്ടാണ് കേട്ടോ. ഈ നമ്മുടെ ഈ കോഴിക്കോട് കാണുമ്പോൾ തന്നെ ഭയങ്കര ശോകമാണ് കേട്ടോ. ഒരു കൂട്ടിലാണ് ഇവർ നിൽക്കുന്നുള്ളൂ. ഇപ്പുറത്ത് ഗാർഗി മോളുണ്ടായിരുന്നതും പോയി, പൊന്നിയും പോയി. അങ്ങനെ എന്താ പറയുക, കൂട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ശോകമുഖമാണ്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നല്ല മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കോഴിമക്കളെ വാങ്ങി കഴിഞ്ഞ് വളർത്താമെന്നൊക്കെ രമേശ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കൂടുതൽ ശോകമൊന്നും ആക്കുന്നില്ല കേട്ടോ. എന്നാലും എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇങ്ങനെ ആശ്വസിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. കാരണം എത്ര എന്താ പറയുക, എന്തെങ്കിലും ദുഃഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുണ്ടല്ലോ. ഇതുവരെ നേരിൽ കാണാത്ത നിങ്ങൾ അതിനുള്ള ഒരു ആശ്വാസവാക്കൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിലും ഒരു മടിയില്ലാത്ത നല്ല മിടുക്കരായിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ അവരാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നല്ല പാചക വിദഗ്ധരായിരിക്കും, അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്നവരോ വേറെ ഏതെങ്കിലും പക്ഷികളെ വളർത്തുന്നവരോ അല്ലെങ്കിൽ പൂച്ചകളെയോ അങ്ങനെ ഓരോരോ ചെടികളെങ്കിലും വളർത്തുന്നവരൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളത്. അപ്പോൾ അവർ നല്ല ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിലങ്ങോട്ട് മുഴുകി പോവാതെ അവരുടെ ആ പോസിറ്റീവ് വേർഡ്സൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉഷാറൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോനുള്ള പാത്രമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് അരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ നിർബന്ധമാണ്. ചില മനുഷ്യർക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു കട്ടൻ ചായ വേണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ നിക്കുമോനെ എഴുന്നേറ്റ് ഉടനെ തന്നെ കുറച്ച് അരിമണി ഇങ്ങനെ കൊത്തി തിന്നണം. എന്നിട്ട് വേണം കൂവി വിളിച്ച് നടക്കാനായിട്ട്. അവന് ഇങ്ങനെ പാലിന് നല്ല നീട്ടുണ്ടായിരുന്നു. ആ നീട്ടുള്ള പാല് കൊഴിഞ്ഞു പോയിട്ടാ. അതുകൊണ്ട് എന്തോ അവന് പൊക്കം കുറഞ്ഞ പോലെ, നീട്ടം കുറഞ്ഞ പോലെയൊക്കെ ഒരു ഫീലാണ് അവന് നോക്കുമ്പോൾ കേട്ടോ. അപ്പം ഇനി അങ്ങനെ വന്നോളും. ചൂടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇനി ഇവരെങ്കിലും നല്ല പോലെ കെയർ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇനി
ഇടയ്ക്കൊക്കെ ഒരു ബക്കറ്റും വെള്ളത്തിലൊക്കെ പിടിച്ച് മുക്കി വിടൊക്കെ വേണം. അപ്പോൾ ഇന്നുണ്ടല്ലോ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞൊക്കെ വെച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നത് രമേശ് ചേട്ടനാണ് കേട്ടോ. രമേശ് ചേട്ടൻ റവ ഉപ്പുമാവ് ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് പറഞ്ഞ് ആക്കും, സാധനങ്ങളൊക്കെ എടുത്ത് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രമേശ് ചേട്ടൻ അങ്ങോട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി നനയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഓരോന്ന് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോൾ പരസ്പരം സഹായിച്ചൊക്കെ വേണം വീട്ടു ജോലികൾ ചെയ്യാനായിട്ട്. ചിലർ അങ്ങോട്ട് പേപ്പറും വായിച്ചും കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ടിലിരിക്കും, എല്ലാം ഭാര്യ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊന്നും ദുശീലങ്ങൾ നിങ്ങളാരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ പഠിപ്പിക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ജോലി ചെയ്യാനായിട്ട് നിൽക്കണം. ഇനിയിപ്പോൾ ജോലി ചെയ്യാൻ വയ്യെങ്കിൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ ചെയ്യുന്ന ജോലി നോക്കി നിൽക്കുക ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അവർ അറിയണം നമ്മളും ഇതുപോലെ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണം കേട്ടോ ഒരു കുടുംബമൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ആൾക്ക് അതാണ് ഇഷ്ടം, ഇങ്ങനെയാണ്, ഇത്ര മണിക്ക് ചായ ഇത്ര മണിക്ക് ചോറ് എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്ന ഒരു ശീലം നിങ്ങളാരും തന്നെ പഠിപ്പിക്കരുത്. ആണായാലും പെണ്ണായാലും ഒക്കെ ജോലികളൊക്കെ സമാസമം ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം കേട്ടോ. നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം. ചെറുപ്പത്തിലെ തന്നെ എല്ലാ ജോലികളും ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വലുതാകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏത് പ്രതിസന്ധിയിലും അവരവർക്ക് വിശപ്പിനുള്ള കാര്യങ്ങളൊക്കെ അവരവർ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ. റവ ഉപ്പുമാവിനൊപ്പം കഴിക്കാനായിട്ട് പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ. പഴം അല്ലെങ്കിൽ പപ്പടം ഉണ്ടെങ്കിലാണ് എനിക്ക് റവ ഉപ്പുമാവ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളൂ കേട്ടോ. ഓരോരോ ശീലങ്ങൾ. അപ്പോൾ അതൊരു കോംബോ ആണ് അല്ലേ. പുട്ടിന് പഴം, പുട്ടിന് പപ്പടം, അതുപോലെ തന്നെയാണ് റവയ്ക്ക് ചിലർ കറിയൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ. കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. അതുപോലെ ഗ്രീൻ പീസ് കറി, അതും അങ്ങനെ കുഴപ്പമുള്ള കറികളൊന്നുമല്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുളിക്കുകയാണെങ്കിലും നമ്മൾ കിച്ചണിൽ കയറി നിന്നുണ്ടെങ്കിൽ പിന്നെ വെട്ടി വേർക്കാൻ തുടങ്ങും കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് മഴക്കാരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിൽ ഭയങ്കര മയിലിൻ്റെ ഒച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി നേരം വെളുത്ത് ജോലികളൊക്കെ കഴിച്ചിട്ട് വേണം ഇതിനെ അന്വേഷിച്ച് പോകാമെന്ന്. അപ്പോൾ നേരം വെളുത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് സീറ്റ് ഔട്ടിലിരിക്കുമ്പോൾ വീണ്ടും മയിലിൻ്റെ ഒച്ച. ഇത് കേട്ടത് ഞാൻ മൊബൈലും കൊണ്ട് ചാടി ഓടി ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ട് കേട്ടോ, ഒരു ആൺമയിലും ഒരു പെൺമയിലാണെന്നാണ് മോളി ചേച്ചി പറഞ്ഞത്. മോളി ചേച്ചിയുടെയൊക്കെ പറമ്പാണ് കേട്ടോ ഈ ഭാഗം. അപ്പോൾ ഞാനതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, മൊബൈലും പിടിച്ച്. ഞാൻ നടക്കുമ്പോൾ നല്ല സ്പീഡിലാണ് മയിലുകൾ നടക്കുന്നത്. എന്നാൽ അത് പറക്കുന്നതാണെങ്കിൽ അതെങ്കിലും പിടിക്കായിരുന്നു. അപ്പോൾ കണ്ടില്ല, നീല കളറായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ 2 പേരും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചടുത്ത് കിട്ടുന്നത് വരെ എന്തായാലും നടക്കുന്നു അങ്ങോട്ട് വിചാരിച്ചു. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, ആ കഴുത്തൊക്കെ കാണാനായിട്ട് ഒന്നും പറയണ്ട. അപ്പോൾ ഇന്നലെ ഇവരുടെ ഒച്ച രാത്രി കേട്ടപ്പോൾ ഞാൻ രമേശ് ചേട്ടനോട് പറയായിരുന്നു കേട്ടോ, പഴനിമലയിൽ പോയതും അവിടെ റൂം എടുത്ത് താമസിച്ചതും തൊഴുതതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇന്നലെ ഇരുന്നത് കേട്ടോ ഇവരുടെ ഒച്ച കേട്ടപ്പോൾ. അപ്പോൾ പിന്നെ ഇന്ന് പകൽ കാണാതിരിക്കുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ നടത്തായിരുന്നു. അങ്ങനെ ഒരുവിധം ഏന്തി വലിഞ്ഞൊക്കെ അവിടെ നിന്നൊക്കെ അവരെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയാണ് സത്യത്തിൽ. മൊബൈലിൽ കൂടെ നോക്കണതല്ല എനിക്കിഷ്ടം. അതുകൊണ്ട് മൊബൈലിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ വേറെ സൈഡിൽ കൂടെ ശരിക്കും കണ്ണോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ അടുത്താണെങ്കിൽ ഒരു വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ആളില്ലാത്ത വീടായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കുക, അവരുടെ മതിലുമ്മേ ഇവരിയ്ക്കുക, ഒച്ചയെടുക്കുക, അങ്ങനെയാണ്. വലിയ ഒച്ചയാണ് കേട്ടോ, ആർക്കും കേൾക്കാം. അതുപോലെയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒന്ന് പറക്കുകയാണെങ്കിൽ ശരിക്കും കാണാമായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്തവർ പറക്കുന്നില്ല. നടത്താണ്, സ്പീഡിൽ നടക്കുക അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ നടന്ന് ഇവിടെ വരെ വന്നപ്പോൾ പിന്നെ എനിക്കൊരു ഭയം തോന്നിയിട്ടാണ്. കാരണം മയിലിനെ ഏറ്റവും ഇഷ്ടമുള്ളത് പാമ്പിനെയാണല്ലോ. അപ്പോൾ പാമ്പുള്ള സ്ഥലത്തേക്കായിരിക്കും ഇത് നടക്കുന്നത്. അപ്പോൾ ഞാനിവരെ പിന്നാലെ വന്നാൽ വല്ല പാമ്പിനെയും കാണുമെന്നൊക്കെ പേടിയായി. അപ്പോൾ ഇത്രയും കണ്ടത് മതി എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് നിന്ന് കണ്ടു. ആ നീലക്കഴുത്ത് അങ്ങോട്ട് കാണുമ്പോൾ തൊട്ട് തലോടാൻ തോന്നുന്നു. നിക്കുവിൻ്റെ പോലെ ഒന്ന് എടുത്തൊക്കെ നടക്കണതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ നോക്കി നിന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോന്നു. കാരണം ഒരുപാട് കാടുള്ള സ്ഥലമാണല്ലോ, പാമ്പിനൊന്നും കാണണ്ടാന്ന് വിചാരിച്ചാണ് പോകുന്നത്. പിന്നെ നമുക്ക് മാവ് കഴിക്കാനുണ്ടായല്ലോ. അതുപോലെ തന്നെ നമ്മുടെ നിക്കുമോനും സംഘത്തിനൊക്കെ നമ്മൾ കോഴിത്തീറ്റ നനച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവൻ പകുതി അരിമണിയൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഈ കോഴിത്തീറ്റ ഇട്ട് കൊടുക്കുക അവൻ്റെ അവിടെ കൂവിയൊക്കെ നടക്കുന്നുണ്ട്. വെള്ളമാണെങ്കിൽ പോണിയിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവർക്കും കൂടി അങ്ങോട്ട് നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കുക. തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അല്ലി മുട്ടയിടും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക്
മത്തങ്ങയും പയറും കൂടി എരിശ്ശേരി വെക്കാം. പയർ ഉണക്കപ്പയറല്ല, ഇതിലുള്ള മണിപ്പയർ എടുത്തിട്ടാണ് നമ്മളിന്ന് വെക്കുന്നത് കേട്ടോ. അങ്ങനെ മത്തങ്ങയും പയറും എരിശ്ശേരിയും വെക്കണം. പിന്നെ നേന്ത്രക്കായ ഉപ്പേരിയും വെക്കണം കേട്ടോ. അപ്പോൾ അത് രണ്ടും ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നാരായണീയൊക്കെ ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. എത്ര ദശകമായി ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു പേപ്പർ എടുത്തും കഴിഞ്ഞിട്ട് വെക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ നോക്കി വായിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ടീച്ചർ ഇട്ട് തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് നമുക്ക് വായിക്കുകയും ചെയ്യാം. അങ്ങനെ നാരായണീയ പഠന ക്ലാസ്സൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോവാനായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റാണ് കേട്ടോ. 19 പേരുണ്ട്, 55ഓളം പേരുണ്ട് കേട്ടോ ഞങ്ങൾ. അതിൽ അമ്മൂമ്മമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. അങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ വീഡിയോ ഇട്ടതെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആരും എന്നെ മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ. എല്ലാവരും കണ്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.